ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾക്ക് വീടുകൾ പുതിയതായിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് കിച്ചണിൽ എന്തൊക്കെ പോയിന്റുകൾ വേണം, എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എവിടെയാണ് പോയിന്റുകൾ വേണ്ടത് എന്നാണ് ആദ്യമേ നമ്മൾ തീരുമാനിക്കേണ്ടത്. ആദ്യമേ നമ്മുടെ ആവശ്യം എന്താണോ അനുസരിച്ചിട്ട് വേണം നമ്മുടെ കിച്ചണിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. ഇതായിട്ട് മെയിനായിട്ട് വരുന്ന എൻട്രൻസ് കിച്ചണിലേക്ക് വരുന്ന മെയിൻ ലൈറ്റിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടൊരു സ്ലാബ് ഉണ്ട്. ആ സ്ലാബിൽ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ പ്ലഗും ഒരു സാധാ പ്ലഗും വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കവിടെ ഇൻഡക്ഷൻ കുക്കറോ അതുപോലെ തന്നെ മിക്സിയോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പവർ പ്ലഗും അതുപോലെ തന്നെ നോർമൽ പ്ലഗും അത്യാവശ്യമാണ്. അപ്പോൾ DBയിൽ നിന്ന് നമുക്കൊരു പവർ ലൈൻ അവിടേക്ക് നമുക്ക് വലിച്ചിടേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തൊട്ടുപുറത്തും, അതായത് വീണ്ടും ഏരിയയിൽ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഏരിയയിൽ വരുന്നത് ഹോബ് വരുന്നുണ്ട്, ചിമ്മിണി വരുന്നുണ്ട്. ചിമ്മിണി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിമ്മിണിയുടെ മുകളിലും, അതായത് മുകളിലും താഴെയും അടുപ്പിൻ്റെ, അതായത് ഗ്യാസ് അടുപ്പ് വയ്ക്കുന്നതിൻ്റെ മുകളിലായിട്ട് ചിമ്മിണിയുടെ പോയിൻ്റ് ആയിട്ട് മുകളിലും താഴെയും, അതായത് കബോർഡിൻ്റെ ഉള്ളിലും നമുക്ക് സെപ്പറേറ്റ് രണ്ട് പ്ലഗ് പോയിന്റുകൾ അത്യാവശ്യമാണ്. കാരണം താഴെ എന്തിനു കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഗ്യാസ് അടുപ്പുകൾ വരുന്നത് ഇലക്ട്രിക് സപ്ലൈ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, എന്നാൽ മാത്രമേ അത് ഓണാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മുകളിൽ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോബ് വർക്ക് ചെയ്യുന്നതിന്, ചിമ്മിണി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, എക്സോസ്റ്റ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് പ്ലഗ് പോയിന്റുകൾ നമുക്ക് അത്യാവശ്യമാണ്. അത് നമ്മൾ വരുന്നത് ഈ ഹോബിൻ്റെ തൊട്ടടുത്തുള്ള പ്ലഗ് പോയിന്റിലേക്കാണ് വരുന്നത്. പിന്നെ നമ്മളൊരു എക്സോസ്റ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൺട്രോളിങ്ങും വരുന്നത് ഈ സ്വിച്ചിലേക്കാണ്. പിന്നെ നമ്മളവിടെ വരുന്നതെന്ന് വെച്ചാൽ 8 മോഡ്യൂൾ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ബാക്കി സ്ഥലമുള്ളതുകൊണ്ട് വീണ്ടും നമ്മളോട് ഒരു പവർ പ്ലഗ് കൂടി കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കിച്ചണിലാണ് നമുക്ക് അത്യാവശ്യം പവർ പ്ലഗുകളും കാര്യങ്ങളൊക്കെ കൂടുതലും അത്യാവശ്യമായിട്ട് വരുന്നത്. ഇൻഡക്ഷൻ കുക്കർ നമുക്ക് ഏതിവിടെ വേണമെങ്കിലും കുത്താം, പക്ഷേ ഓൾറെഡി കണക്ട് ചെയ്യുന്ന സമയത്ത് പവർ പ്ലഗിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പവർ പ്ലഗ് കിച്ചണിൽ കുറച്ച് കൂടുതലുള്ളത് നല്ലതാണ്. ഇനി വരുന്നതെന്ന് വെച്ചാൽ പുറത്തേക്കുള്ള ലൈറ്റ്സ് പോയിന്റുകളാണ്. പുറത്തേക്ക് കിടക്കുന്നതിന് ഉള്ള ലൈറ്റ് പോയിന്റുകൾ നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന സമയത്തുള്ള ആ വാതിലിനോട് അടുത്ത് തന്നെ നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് സിങ്ക് വരുന്നത്. ഇതിപ്പോൾ സിങ്ക് ഇതിൻ്റെ അകത്താണ് വരുന്നത്. സിങ്ക് അവിടെ ഓൾറെഡി ഉണ്ട്, ജസ്റ്റ് അത് മൂടി കിടക്കുന്നുണ്ട്, കാണാൻ പറ്റാത്തത്. അവിടെ സിങ്ക് ഉണ്ട്. സിങ്കിൻ്റെ ഓപ്ഷനിൽ വരുന്നതെന്ന് വെച്ചാൽ സിങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു വാട്ടർ പ്യൂരിഫയർ. അപ്പോൾ വാട്ടർ പ്യൂരിഫയർ ഇപ്പോൾ വളരെ അത്യാവശ്യമായ ഘടകമാണ്. വെള്ളം കാര്യങ്ങളൊക്കെ ശുദ്ധീകരിച്ച് നമുക്ക് യൂസ് ചെയ്യുന്ന കുടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വാട്ടർ പ്യൂരിഫയറിന് വേണ്ടിയിട്ട് ഒരു സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടുപുറത്തായിട്ട് നമുക്ക് ഒരു പവർ പ്ലഗും ഒരു സാധാ പ്ലഗും വളരെ അത്യാവശ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിൻ്റെ ഏരിയയിൽ നമുക്ക് പ്ലഗുകളുടെ എണ്ണം കൂടിയിരുന്നാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം നമുക്കിപ്പോൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ചെറിയൊരു റേഡിയോ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പ്ലഗുകളുടെ അത്യാവശ്യം കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഏരിയയിൽ ജസ്റ്റ് ഇതുപോലെ എല്ലാ വീടുകളിലും കിട്ടണമെന്നില്ല. ഇത് ജസ്റ്റ് ഒരു സ്റ്റോർ റൂമിൻ്റെ ഏരിയ പോലെയുള്ള ഏരിയ സെപ്പറേറ്റ് തിരിച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ഫ്രിഡ്ജിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ട്. ഫ്രിഡ്ജിന് വേണമെങ്കിൽ നമുക്ക് പവർ പ്ലഗ് വലിക്കാം, പക്ഷേ സാധാരണ നോർമൽ ലെവലിൽ വരുന്ന ഫ്രിഡ്ജുകളെല്ലാം തന്നെ 6 ആംസ് അല്ലെങ്കിൽ 5 ആംപിയറാണ് എടുക്കുന്നത്. അപ്പോൾ നോർമൽ പ്ലഗ് ആയാലും പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പവർ പ്ലഗ് വലിച്ചിട്ടു എന്ന് വിചാരിച്ച് പവർ പ്ലഗ് കൊടുത്തു എന്ന് വിചാരിച്ചും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടത് കിച്ചണിൽ ആദ്യം വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ തീരുമാനിക്കണം. അതിനുശേഷം അതൊക്കെ ഏത് പൊസിഷനിലാണ് വെക്കണമെന്നും കൂടി നമ്മൾ കറക്റ്റായിട്ട് ഒരു ഡിസൈനിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. പവർ പ്ലഗ് വേണ്ട സ്ഥലത്ത് പവർ പ്ലഗ്, നോർമൽ പ്ലഗ് വരുന്ന സമയത്ത് നോർമൽ പ്ലഗ്, പിന്നെ അതുപോലെ തന്നെ മൊത്തം കൺട്രോളിങ് എവിടെ വരണം, പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജ് നമുക്ക് എവിടെ ഇടാൻ പറ്റും, അന്ന് നമുക്ക് ഭാവിയിൽ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് കിച്ചൺ കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് തടസ്സങ്ങളില്ലാത്ത രീതിയിലും അറേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചണിൽ നമുക്ക് ജസ്റ്റ് ഒരു പാട്ട് കാര്യങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ നമുക്ക് പാചകം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വളരെ ഉപകരിക്കുന്ന രീതിയിൽ ഒരു പ്ലഗ് കൂടി കൊടുത്തിരിക്കുക. അത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.